നമസ്കാരം. മലയാളികൾക്ക് ഏറെ സുപരിചിതയായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമാണ് ഭാഗ്യലക്ഷ്മി. സാമൂഹിക വിഷയങ്ങളിലൊക്കെ സജീവമായി ഇടപെടുന്ന വ്യക്തി കൂടിയാണ് ഭാഗ്യലക്ഷ്മി. പലപ്പോഴും നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി സംസാരിച്ചിട്ടുണ്ട്. പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചതും ആ കേസിൽ ദിലീപ് പ്രതിയായതും സിനിമാ ലോകത്തെ ചെറുതായൊന്നുമല്ല ഉലച്ചിരുന്നത്. ക്രൂരമായി ആക്രമിക്കപ്പെട്ട അതിജീവിത തളരാതെ നിയമപോരാട്ടത്തിന് ഇറങ്ങിയപ്പോൾ അഴിക്കുള്ളിലായത് 10ഓളം പ്രതികളായിരുന്നു. കൊച്ചി നഗരത്തിൽ ഓടുന്ന വാഹനത്തിൽ 2.5 മണിക്കൂർ സമയം തെന്നിന്ത്യയുടെ പ്രിയനായിക അനുഭവിച്ചത് കൊടിയ പീഡനം തന്നെയായിരുന്നു. അതിജീവിതയ്ക്കൊപ്പം നിരവധി നടിമാർ നിന്നിരുന്നു. അതിൽ പ്രധാനി തന്നെയാണ് ഭാഗ്യലക്ഷ്മിയും. 2017 ഫെബ്രുവരിയിലാണ് നടി ആക്രമിക്കപ്പെടുന്നത്. ജൂലൈയിൽ ദിലീപ് അറസ്റ്റിലായി. 2016 മുതൽ അടച്ചിട്ട കോടതി മുറിയിൽ കേസിന് വിചാരണ ആരംഭിച്ചു. 8ാം പ്രതിയായ ദിലീപും കാവ്യമാധവനുമായുള്ള ബന്ധം മഞ്ജു വാര്യരെ അറിയിച്ചതിനാലുള്ള പ്രതികാരമായിട്ടാണ് നടിയെ ആക്രമിക്കാനുള്ള കൊട്ടേഷൻ നൽകിയതെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. എന്തായാലും 8.5 വർഷമായി ദിലീപ് കാത്തിരുന്ന ആ വിധി പുറത്തു വന്നിരിക്കുകയാണ്. ഗൂഢാലോചനയ്ക്ക് തെളിവില്ലാത്തതിനാൽ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ് കോടതി. 1 മുതൽ 6 വരെയുള്ള പ്രതികളെയാണ് ശിക്ഷിച്ചിട്ടുള്ളത്. ഫാൻസ് അസോസിയേഷനിലെ പ്രധാനികളടക്കം കോടതി വളപ്പിൽ തടിച്ചുകൂടിയിരുന്നു. ഒടുക്കം കുറ്റവിമുക്തനായി മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തുമ്പോൾ വിജയശ്രീ ലാളിതൻ ആയതിന്റെ സന്തോഷം വാക്കുകളിലും കണ്ണുകളിലും പ്രകടനമായിരുന്നു. മുൻ ഭാര്യയും നടിയും അതിജീവിതയ്ക്ക് വേണ്ടി അങ്ങേയറ്റം പോരാടിയ മഞ്ജു വാര്യരുടെ വാക്കുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് ദിലീപ് എത്തിയത്. തന്റെ കരിയറും കുടുംബവും എല്ലാം നശിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ദിലീപ് പ്രസംഗിച്ചു തുടങ്ങിയത്. ഈ ഒരു ദിവസത്തിനു വേണ്ടിയാണ് താനും തന്നെ സ്നേഹിക്കുന്നവരും കാത്തിരുന്നതെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു. നടി ആക്രമിച്ച കേസിൽ കൃത്യം നേരിട്ട് നടത്തിയ ആദ്യത്തെ 6 പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തുകയും 8ാം പ്രതി ദിലീപ് അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തിരിക്കുകയാണ് വിചാരണ കോടതി. ഗൂഢാലോചന കുറ്റം ദിലീപിനെതിരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് കോടതി പറയുന്നു. വിധിയുടെ ആഘാതത്തിലാണ് അതിജീവിതയായ നടിയെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പ്രതികരിക്കുകയുണ്ടായി. നടിക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പം അവരുടെ വീട്ടിലാണ് താനുള്ളതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. ഇതിനപ്പുറത്തുള്ള ഒരു വിധി പ്രതീക്ഷിച്ചിട്ടില്ലെന്നും ഇനി മുന്നോട്ട് എന്ത് ചെയ്യുമെന്ന് അതിജീവിത തന്നെ പറയുമെന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു. ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം ഇങ്ങനെ: വിധിയുടെ ഷോക്കിലാണ് ഞങ്ങൾ. 4 കൊല്ലം മുൻപ് താൻ പറഞ്ഞ ഒരു വിധി തന്നെയാണിത്. നേരത്തെ എഴുതി വെച്ച ഒരു വിധിയാണ് എന്ന് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇതിനപ്പുറമൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രയും തെളിവുകളും സാക്ഷികളും ഉണ്ടായിട്ടും അതൊന്നും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഒരു വിധി പറയുമോ എന്നൊരു ചെറിയ സംശയം തോന്നിയിരുന്നു. പക്ഷെ ഇത് തന്നെയല്ലേ നമ്മൾ പ്രതീക്ഷിച്ചത്. ഞാൻ ഇപ്പോഴും അവളോടൊപ്പം തന്നെയാണ്. അവളുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. മരണം വരെയും അവളോടൊപ്പം തന്നെയാണ്. ഇനി ആരൊക്കെ നിഷ്കളങ്കൻ എന്ന് പറഞ്ഞാലും ഞങ്ങളാരും അത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട് ഈ വിധി എന്ന് ഇവിടെ ചോറുണ്ടെന്ന ഓരോ മലയാളിക്കും മനസ്സിലാകും. ഇതിനപ്പുറമൊന്നും പറയാനില്ല. ഇതിനപ്പുറം ഒരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല. അതിജീവിത വിധിയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ അവൾ അനുഭവിച്ച ട്രോമയൊക്കെ മതി. സുഹൃത്തിന് മാതൃകയാകുന്ന ഓരോ പെൺകുട്ടികൾക്കും മാതൃകയാകുന്ന തരത്തിൽ പ്രതികരിക്കേണ്ടയിടത്ത് പ്രതികരിച്ചും നിയമ നടപടികൾ നേരിട്ടും നിന്ന ഒരു പെണ്ണാണ്. ഇപ്പോഴും ആ മാന്യത അവൾ കാണിക്കുന്നു. ഞങ്ങൾ എല്ലാവരും അവൾക്കൊപ്പമുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അവൾ തന്നെ വരും ദിവസങ്ങളിൽ പറയും. 95% മലയാളികളും അവൾക്കൊപ്പമാണ്. ഇതിനപ്പുറമൊന്നും ഒരു പെണ്ണിന് അനുഭവിക്കാനില്ല. അതിനപ്പുറം അവൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇതിലപ്പുറം ഇനി അവൾ എന്ത് ചെയ്യാൻ പോകുന്നു? പറയുന്നവർ പറയട്ടെ. അവനവന്റെ വീട്ടിൽ സംഭവിക്കുമ്പോൾ അവർ പഠിക്കും. അതുവരെ അവർക്കത് പരിഹസിക്കാനും ട്രോൾ ചെയ്യാനും മാത്രമാണ്. ദിലീപിന്റെ പേര് പറഞ്ഞത് അതിജീവിതയല്ല, 1ാം പ്രതിയാണ് പേര് പറഞ്ഞത്. സിനിമയിൽ വേറെ എത്രയോ പേരുണ്ടായിട്ടും ഇയാളുടെ പേര് പറഞ്ഞത് എന്തിനാണ്? കോടതി അത് അന്വേഷിക്കണം എന്നെങ്കിലും പറയണ്ടേ? ദിലീപല്ല കൊട്ടേഷൻ കൊടുത്തത് എന്ന് കോടതിക്ക് ബോധ്യമുണ്ടെങ്കിൽ ആരാണത് കൊടുത്തത് എന്ന് അന്വേഷിക്കാൻ പോലീസിനോട് കോടതി ഉത്തരവിടണ്ടേ? അതല്ലാതെ 7 മുതൽ 10 പേരെ വെറുതെ വിടുന്നു. ഇത്രയധികം പണവും ആൾ സ്വാധീനവുമുള്ള ഒരാളെ 2 പെണ്ണുങ്ങൾ വിചാരിച്ചാൽ 85 ദിവസം അകത്ത് പിടിച്ചിടാൻ പറ്റുമോ? മഞ്ജു വാര്യർ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞ് പോലീസിനെ പിടിച്ച് അകത്തിടാൻ സാധിക്കുമോ? വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടല്ലേ 3 തവണ കോടതി ജാമ്യം നിഷേധിച്ചത്. ഇതിനെല്ലാം പൊതുജനത്തിന് മറുപടി പറയണം കോടതി. ഇനി ആഘോഷം കാണാം. അമ്മ എന്ന സംഘടന തട്ടും താലവും വെച്ച് കൊണ്ടുപോകുന്നതും സ്റ്റേജ് കെട്ടി ആദരിക്കുന്നതും കാണാം. എല്ലാം നടക്കട്ടെ. ഇയാളുടെ കൂടെ നിൽക്കുന്ന സ്ത്രീകൾക്ക് അടക്കം നാളെ മനസ്സിലാകും ഒരു പെണ്ണിന് എതിരെയാണ് ഇതൊക്കെയെന്ന്. അതേസമയം ദിലീപിന്റെ സുഹൃത്തുക്കൾ നാദൃശ്യ അടക്കം അനുകൂല പോസ്റ്റുകൾ പങ്കുവച്ചെത്തിയിരുന്നു. രാവിലെ മുതൽ കോടതി വരാന്തയിലേക്ക് ദിലീപ് പോകുന്നതും കാത്തുനിന്ന മാധ്യമങ്ങളെയും പരിഹസിച്ചുകൊണ്ട് ദിലീപിന്റെ മറുപടി എത്തി. വർഷങ്ങൾക്ക് ശേഷം മുൻ ഭാര്യയുടെ പേര് തന്നെ പരാമർശിച്ചാണ് തുടക്കം തന്നെ. അതേസമയം ദിലീപിന്റെ ഈ വിജയം കേക്ക് മുറിച്ചും പടക്കം പൊട്ടിച്ചുമാണ് ഫാൻസ് ആഘോഷിച്ചത്. സോഷ്യൽ മീഡിയയിൽ ആകട്ടെ ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് സിനിമ സീരിയൽ രംഗത്തെ പ്രമുഖരും ബിഗ് ബോസ് താരങ്ങൾ, ഗായകർ എന്നിവരെല്ലാം പോസ്റ്റുകളുമായി എത്തുകയും ചെയ്തു. ദിലീപേട്ടൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്ന് ഞങ്ങൾ അന്നും ഇന്നും ഒരുപോലെ വിശ്വസിച്ചു. അതിനുള്ള മറുപടിയായിട്ടാണ് വിധിയെ നോക്കി കാണുന്നത് എന്ന് പലരും കുറിച്ചു. തുടക്കം മുതൽക്കേ ദിലീപിന്റെ സപ്പോർട്ട് ചെയ്തവർ എല്ലാവരും ഈ വിജയം തങ്ങളുടേത് കൂടിയാക്കി മാറ്റി. രാഹുൽ ഈശ്വർ ജയിലിൽ ആയതുകൊണ്ട് ഭാര്യ ദീപ രാഹുലാണ് അദ്ദേഹത്തിന് വേണ്ടി പോസ്റ്റുമായി എത്തിയത്.